മഹാഭാരതത്തിൽ പാണ്ഡവർ ചെയ്ത ഏറ്റവും വലിയ അധർമ്മങ്ങൾ ഏതെന്ന് പരിശോധിച്ചാൽ മുൻപൊരു വീഡിയോയിൽ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലുപരി രണ്ട് കാര്യങ്ങൾ മാത്രമായിട്ട് പറയുകയാണെങ്കിൽ അതിൽ ആദ്യത്തേത് ദ്രൗപദിയോട് ചെയ്ത 5 പുരുഷന്മാരെ പങ്കിടുവാൻ ആവശ്യപ്പെട്ട കാര്യമാണ്. അർജുനൻ സ്വയംവരം ജയിച്ച് ഭാര്യയായി കൂട്ടിക്കൊണ്ടുവന്ന ദ്രൗപദിയെ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ കുന്തി 5 പേരുടെയും ഭാര്യയാക്കി മാറ്റിയത് ഒരിക്കലും ധർമ്മമായിട്ട് കാണാൻ കഴിയില്ല. കുരുക്ഷേത്രമുണ്ടാകാൻ സാഹചര്യമൊരുക്കിയ മഹാഭാരതത്തിലെ ഏറ്റവും വലിയ അധർമ്മങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇവിടെ കുന്തി ചെയ്തത്. രാജകുമാരിയായ ഒരാൾ സ്വയംവരത്തിലൂടെ ഒരു പുരുഷനെ തിരഞ്ഞെടുത്ത് അയാളുടെ ഭാര്യയാകുവാൻ അയാളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അയാൾക്കൊപ്പം അയാളുടെ സഹോദരന്മാരെയും ഭർത്താവായി സ്വീകരിക്കണമെന്ന് അവരുടെ അമ്മ പറയുന്നത് ഒട്ടും ധാർമ്മികമായ കാര്യമല്ല. ഇത്തരത്തിലൊരു അധർമ്മമാണ് പിന്നീട് ദ്രൗപദിക്കുണ്ടായ എല്ലാ അപമാനങ്ങളുടെയും തുടക്കം എന്ന് കൃത്യമായിട്ടും പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ യുധിഷ്ഠിരന്റെ ചൂതുകളിയിലുള്ള ഭ്രമം ഒരു വലിയ അധർമ്മമാണ്. രാജാക്കന്മാർ ചൂത് കളിക്കുകയും ആ ചൂതുകളിയിൽ ജയിക്കുകയും തോക്കുകയും രാജ്യം നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് പല കഥകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ കുരുക്ഷേത്രം ഉണ്ടാകാൻ കാരണമൊരുക്കിയ കാരണങ്ങളിൽ ഒന്നായ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം ഉണ്ടാകാൻ ഉള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചത് യുധിഷ്ഠിരന്റെ ചൂതുകളി ഭ്രാന്താണ്. യുധിഷ്ഠിരൻ ചൂത് കളിക്കുകയോ തോൽക്കുകയോ ജയിക്കുകയോ ചെയ്യാം, അത് അദ്ദേഹത്തിന്റെ അവകാശം, അദ്ദേഹത്തിന്റെ ഇഷ്ടം. എന്നാൽ അദ്ദേഹം രാജ്യത്തെയും പ്രജകളെയും സമ്പത്തും സഹോദരങ്ങളെയും സ്വയവും പണയം വെച്ചിട്ട് സ്വന്തം ഭാര്യയെ കൂടി പണയം വെച്ചത് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പാണ്ഡവരുടെ ധർമ്മ പ്രവൃത്തികൾ, പാണ്ഡവർ ജയിച്ചത് ധർമ്മയുദ്ധത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തുമ്പോൾ പാണ്ഡവർ ചെയ്തു കൂട്ടിയ അധർമ്മങ്ങൾ കൂടി ചർച്ച ചെയ്യണം. ധർമ്മവും അധർമ്മങ്ങളും വേർതിരിച്ച് കാണുമ്പോൾ ധർമ്മം ചെയ്തതും അധർമ്മം ചെയ്തതും ഒരുപോലെ തന്നെ വിലയിരുത്തപ്പെടേണ്ടതാണ്.